കേരളത്തിന്റെ പൊതുഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി വലിയ ആവേശത്തോടെയാണ് ആരംഭിച്ചത്. എന്നാൽ ഈ സന്തോഷത്തിനിടയിലും സാധാരണക്കാരായ യാത്രക്കാരുടെ പോക്കറ്റിൽ നിന്ന് KSRTC ഇപ്പോഴും സെസ് ഇനത്തിൽ വൻതുക ഈടാക്കുന്നത് വലിയൊരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. കേരളത്തിന്റെ പൊതുഗതാഗത ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ജൂൺ 15-ന് വലിയ പ്രതീക്ഷകളോടെയാണ് നിലവിൽ വരുന്നത്. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ തീരുമാനം സാധാരണക്കാരായ യാത്രക്കാരുടെ സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാനും അവരുടെ ദൈനംദിന ജീവിതം കൂടുതൽ സുഗമമാക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു പ്രശംസനീയമായ ചുവടുവെപ്പാണ്. സർക്കാരിന്റെ ഈ നീക്കം സ്ത്രീ ശാക്തീകരണത്തിന്റെയും സാമൂഹിക സുരക്ഷയുടെയും വലിയൊരു അടയാളമായി വിലയിരുത്തപ്പെടുന്നുണ്ടെങ്കിലും ഈ സന്തോഷ വാർത്തയ്ക്കിടയിലും സർക്കാർ അഭിമുഖീകരിക്കുന്ന ഗൗരവകരമായ ഒരു പ്രതിസന്ധി ഉണ്ട് എന്നത് നിഷേധിക്കാനാവില്ല. ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്രയുടെ തിളക്കത്തിനിടയിലും ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ് തുടങ്ങിയ ഉയർന്ന ശ്രേണിയിലുള്ള ബസ്സുകളിലും ഇപ്പോഴും തുടരുന്ന സെസ് പിരിവ് യാത്രക്കാർക്ക് വലിയൊരു ഇരുട്ടടിയാവുകയാണ്. സൗജന്യ യാത്രയുടെ ഭാഗമായി യാത്രക്കാർക്ക് ആശ്വാസം പകരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പല മേഖലകളിലും സെസ് രൂപത്തിലുള്ള ഈ അധിക സാമ്പത്തിക ഭാരം സാധാരണക്കാരായ യാത്രക്കാരുടെ പോക്കറ്റിൽ നിന്ന് ഇപ്പോഴും പണം ചോർത്തിക്കൊണ്ടിരിക്കുന്നു. സർക്കാരിന്റെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ സൗജന്യ യാത്രയോടൊപ്പം തന്നെ യാത്രക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഇത്തരം അനാവശ്യമായ സെസ് പിരിവുകൾ കൂടി പുനഃപരിശോധിക്കണമെന്നും KSRTCയുടെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് യാത്രക്കാരെ മാത്രം ബലിയാടാക്കാതെ മറ്റ് ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തണമെന്നുമാണ് ഇന്ന് ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം. യഥാർത്ഥത്തിൽ പദ്ധതിയുടെ ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് പൂർണ്ണമായി എത്തണമെങ്കിൽ ഇത്തരം അപാകതകൾ അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട്. 2014-ലെ KSRTC ബിൽ പ്രകാരമാണ് ടിക്കറ്റ് നിരക്കിനൊപ്പം സെസ് ഈടാക്കാൻ തുടങ്ങിയത്. അപകട ഇൻഷുറൻസ്, യാത്രക്കാർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ, ജീവനക്കാരുടെ ക്ഷേമനിധി എന്നിവയ്ക്കായി പണം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത്. 15 രൂപ മുതൽ മുകളിലേക്കുള്ള ടിക്കറ്റുകളിൽ 1 രൂപ മുതൽ 11 രൂപ വരെ സെസ് ഇനത്തിൽ യാത്രക്കാർക്ക് അധികം നൽകേണ്ടി വരുന്നുണ്ട്. 12 വർഷത്തോളമായി തുടരുന്ന ഈ രീതി KSRTCയുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു മാർഗമായാണ് അധികൃതർ ന്യായീകരിക്കുന്നത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ പ്രഖ്യാപനം വലിയൊരു ആശ്വാസമായി മാറിയെങ്കിലും അതിനു പിന്നാലെ ഉയർന്നു വരുന്ന സെസ് പിരിവ് സംബന്ധിച്ച പ്രതിഷേധങ്ങൾ ജനങ്ങളിൽ വലിയ അതൃപ്തിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സൗജന്യ യാത്രയുടെ ആനുകൂല്യം ലഭിക്കുമ്പോഴും മറുവശത്ത് യാത്രക്കാരുടെ പോക്കറ്റിൽ നിന്ന് സെസ് ഇനത്തിൽ വലിയൊരു തുക ചോർന്നു പോകുന്നത് വലിയൊരു വൈരുദ്ധ്യമായിട്ടാണ് പൊതുജനങ്ങൾ നോക്കിക്കാണുന്നത്. ഒന്നുകിൽ പൂർണ്ണമായ സൗജന്യം നൽകുക, അല്ലെങ്കിൽ ഇത്തരം അനാവശ്യമായ അധികഭാരങ്ങൾ എടുത്തു മാറ്റുക എന്ന ശക്തമായ നിലപാടാണ് യാത്രക്കാർ പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ച് ദീർഘദൂര യാത്രക്കാരാണ് ഈ സെസ് പിരിവ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. 100 രൂപയ്ക്ക് മുകളിലുള്ള ടിക്കറ്റുകൾക്ക് 11 രൂപ വരെ അധികം നൽകേണ്ടി വരുമ്പോൾ അത് ദിവസേന യാത്ര ചെയ്യുന്ന സാധാരണക്കാരുടെ മാസവരുമാനത്തിൽ വലിയൊരു ശതമാനമാണ് നഷ്ടപ്പെടുത്തുന്നത്. വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും കൊണ്ട് പൊറുതിമുട്ടുന്ന സാധാരണക്കാർക്ക് സൗജന്യ യാത്രയുടെ പേരിൽ നൽകുന്ന ആശ്വാസത്തെ ഇത്തരം സെസ്സുകൾ ഇല്ലാതാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അത് പൂർണ്ണാർത്ഥത്തിൽ യാത്രക്കാർക്ക് ഗുണകരമാവുന്ന രീതിയിൽ വേണം ആസൂത്രണം ചെയ്യാനെന്നും അല്ലാതെ സൗജന്യ യാത്രയുടെ മറവിൽ സെസ് പിരിച്ചുകൊണ്ട് യാത്രക്കാരെ അമിതഭാരത്തിലാക്കുന്നത് ന്യായീകരിക്കാനാവില്ലെന്നുമാണ് ഈ വിഷയത്തിൽ ഉയരുന്ന പൊതുവികാരം. അതിനാൽ യാത്രക്കാരുടെ ഈ പ്രതിഷേധം കണക്കിലെടുത്ത് അടിയന്തരമായി സെസ് പിരിവ് പുനഃപരിശോധിക്കണമെന്നും പദ്ധതിയുടെ ലക്ഷ്യത്തിനൊത്ത ആശ്വാസം സാധാരണക്കാർക്ക് ലഭ്യമാക്കണമെന്നുമാണ് സർക്കാരിനോട് ഈ വിഷയത്തിൽ ആവശ്യപ്പെടാനുള്ളത്. KSRTCയുടെ നിലവിലെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാണ്. കോടികളുടെ കടബാധ്യതയും നഷ്ടവും നേരിടുന്ന കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം സെസ് വരുമാനം ഒരു പ്രധാന ആശ്രയമാണ്. 2020 ഡിസംബറിൽ ഓർഡിനറി ബസ്സുകളിൽ 49 രൂപ വരെയുള്ള ടിക്കറ്റുകൾക്ക് സെസ് ഒഴിവാക്കിയിരുന്നു. എന്നാൽ സർക്കാർ ഉത്തരവില്ലാതെ പലയിടത്തും സെസ് പിരിവ് തുടർന്നിരുന്നു. ഇതിന് ഔദ്യോഗിക സാധൂകരണം നൽകിയത് ഈ മാസം 11-ന് മാത്രമാണ്. സൗജന്യ യാത്രാ പദ്ധതി മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം സർക്കാർ നികത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ KSRTCയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും വരുമാനം കൂട്ടാനും കോർപ്പറേഷൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. സൗജന്യ പദ്ധതി നടപ്പിലാക്കുമ്പോൾ തന്നെ മറ്റു വിഭാഗം യാത്രക്കാരുടെ മേൽ ഇത്തരത്തിൽ ഒരു സെസ് ഭാരം അടിച്ചേൽപ്പിക്കുന്നത് സർക്കാരിന്റെ ജനക്ഷേമ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുമോ എന്ന ആശങ്കയും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്നുണ്ട്. KSRTCയിലെ സെസ് പിരിവ് സംബന്ധിച്ച നിലവിലെ പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം കാണുന്നതിനായി ഗതാഗത വകുപ്പും കോർപ്പറേഷൻ അധികൃതരും അടിയന്തരമായി നടപ്പിലാക്കേണ്ട ചില ക്രിയാത്മക നടപടികൾ അനിവാര്യമാണ്. ഒന്നാമതായി
രണ്ടാമതായി സൗജന്യ യാത്ര എന്ന സർക്കാർ തീരുമാനം ജനങ്ങളെ സഹായിക്കുന്ന ഒന്നാണെങ്കിൽ അതുപോലെ തന്നെ പ്രാധാന്യത്തോടെ സെസ് നിരക്കുകളിലും സർക്കാർ സമഗ്രമായ പുനഃപരിശോധന നടത്തേണ്ടതുണ്ട്. നിലവിലെ സെസ് ഘടന സാധാരണക്കാരന് വലിയ ബാധ്യതയാകുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നിരക്കുകൾ കുറയ്ക്കാനോ ദൂരപരിധിക്കനുസരിച്ച് സെസ് ക്രമീകരിക്കാനോ അധികൃതർ തയ്യാറാകണം. രണ്ടാമതായി പിരിക്കുന്ന സെസ് തുക ഏത് ആവശ്യങ്ങൾക്കായി ഏത് രീതിയിൽ വിനിയോഗിക്കുന്നു എന്നതിൽ യാത്രക്കാർക്ക് സുതാര്യമായ വിവരം നൽകാനുള്ള ബാധ്യത കോർപ്പറേഷനുണ്ട്. അപകട ഇൻഷുറൻസിനും യാത്രക്കാരുടെ സൗകര്യങ്ങൾക്കും വേണ്ടിയാണ് സെസ് പിരിക്കുന്നതെന്ന് പറയുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കൾക്ക് തങ്ങൾ നൽകുന്ന പണം എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു എന്ന് അറിയാനുള്ള അവകാശമുണ്ട്. അതിനാൽ തന്നെ ഈ സാമ്പത്തിക ഇടപാടുകളിൽ പൂർണ്ണമായ സുതാര്യത ഉറപ്പാക്കുന്നത് വിശ്വാസ്യത വർദ്ധിപ്പിക്കും. മൂന്നാമതായി KSRTCയുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാൻ സെസ് പിരിവിനെ മാത്രം ആശ്രയിക്കാതെ കോർപ്പറേഷനിലെ അനാവശ്യമായ ചെലവുകൾ കർശനമായി വെട്ടിക്കുറയ്ക്കുകയും നൂതനമായ വരുമാന മാർഗങ്ങൾ കണ്ടെത്തി നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അവസാനമായി യാത്രക്കാർക്ക് നേരിട്ട് ആശ്വാസം പകരുന്നതിനായി നിശ്ചിത ദൂരപരിധിയിലുള്ള യാത്രക്കാർക്ക് സെസ് പൂർണ്ണമായും ഒഴിവാക്കി കൊടുക്കുന്നത് ഒരു മാതൃകാപരമായ തീരുമാനമായിരിക്കും. ഇത്തരത്തിൽ ജനക്ഷേമകരമായ സമീപനങ്ങളും കാര്യക്ഷമമായ സാമ്പത്തിക ആസൂത്രണവും ഒത്തുചേരുമ്പോൾ മാത്രമേ KSRTCക്കും യാത്രക്കാർക്കും ഒരുപോലെ ഗുണകരമാകുന്ന ഒരു പൊതുഗതാഗത സംസ്കാരം കേരളത്തിൽ കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. യാത്രക്കാരുടെ സൗകര്യാർത്ഥം നടപ്പിലാക്കിയ ഒരു പദ്ധതി മറ്റൊരു വിഭാഗം യാത്രക്കാരുടെ പോക്കറ്റ് ചോർത്തുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് ദൗർഭാഗ്യകരമാണ്. സൗജന്യ യാത്ര എന്ന ലക്ഷ്യം പൂർണ്ണമാകണമെങ്കിൽ KSRTCയിൽ ഇത്തരം അപാകതകൾ പരിഹരിക്കപ്പെടുക തന്നെ വേണം. ജനക്ഷേമവും കോർപ്പറേഷന്റെ നിലനിൽപ്പും ഒരേ സമയം ഉറപ്പാക്കാൻ ഗതാഗത വകുപ്പ് അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്.